ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് അനിൽ ബാലേന്ദ്രന്റെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂവിനെ പറ്റിയാണ്. അനിൽ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ബിസിനസ് കോച്ച് ആണ്. അതുപോലെ തന്നെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആണ്. ഒരു അനിൽ ബാലേന്ദ്രൻ ദ കിങ് മേക്കർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പുള്ളി റൺ ചെയ്യുന്നുണ്ട്. അപ്പം സ്പെസിഫിക് ആയിട്ട് അതിൽ എന്താണ് നടന്നത്? ഇത്രയേ ഉള്ളൂ. കോഴിക്കോട് ഒരു ഈവന്റ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്ലസ് അതിൽ മെയിൻ ആയിട്ടുള്ളത് പുള്ളിയുടെ ഒരു ഇവന്റ് ആയിരുന്നു. അതുപോലെ തന്നെ റോട്ടറി ക്ലബ്ബ് വെച്ച പോലെ വേറെ ഒത്തിരി ഫംഗ്ഷൻസും ഒരു ബിസിനസ് കോൺക്ലേവ് എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ചെയ്തതായിരുന്നു. പക്ഷേ അതിൽ ഇച്ചിരി മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു ബോത്ത് പാർട്ടീസിന്റെ അടുത്തും. നമുക്ക് സ്പെസിഫിക് ആയിട്ട് അനിൽ ബാലേന്ദ്രന്റെ തന്നെ കാര്യങ്ങൾ നോക്കാം. സോ ആ ഇവന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരുന്നു? പുള്ളി ആദ്യം തന്നെ ആ ഒരു ടോക്ക് ലേറ്റ് ആയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ആ ഒരു ടോക്ക് തുടങ്ങിയപ്പോൾ ഓഡിയൻസ് ഓൾറെഡി ഡിസപ്പോയിന്റഡ് ആയിരുന്നു അല്ലെ? ലേറ്റ് ആയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഉപയോഗിച്ച രീതികളായാലും ഇറ്റ്സ് നോട്ട് റൈറ്റ് അറ്റ് ദ റൈറ്റ് മൊമെന്റ്. കാരണം ഇപ്പം പുള്ളിയുടെ ഒരു സെഷൻ പുള്ളിയുടെ ക്ലാസിന്റെ അകത്ത് പുള്ളി പറയുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം അത് പുള്ളിയുടെ ആണ്. പക്ഷെ ഒരു ഒത്തിരി വൈഡ് വെറൈറ്റി ഓഫ് ഓഡിയൻസ് വന്നിരിക്കുമ്പോഴും അത് പുള്ളിയുടെ എക്സ്ക്ലൂസീവ് അല്ലാത്തൊരു ഇവന്റ് ആയത് കാരണം എന്ന് പറയുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിലും വേറെ ഒത്തിരി ഈവന്റ്സ് നടക്കുന്നുണ്ട്. വേറെ ഒത്തിരി തരത്തിലുള്ള ഓഡിയൻസ് ഉണ്ട്. എല്ലാവർക്കും പുള്ളിയുടെ എൻറോൾഡ് കോഴ്സിലുള്ളവരല്ല. അപ്പം ഉറപ്പായിട്ടും അങ്ങനത്തെ ലാംഗ്വേജസ് എല്ലാം ഉപയോഗിക്കുമ്പോൾ അത് റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിന് റൈറ്റ് ആയിട്ടുള്ള മെസ്സേജിങ് കൊടുക്കുന്നില്ല അല്ലെ? കമ്മ്യൂണിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് അവിടെ പോകുന്നില്ല. കാരണം ബ്രാൻഡ് മെസ്സേജിങ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? അപ്പൊ പുള്ളിയുടെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ മെസ്സേജിങ് എന്ന് പറയുമ്പോൾ എനർജറ്റിക്, ഇച്ചിരി കൂടിയും അബ്യൂസീവ് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അതെ, കാരണം എല്ലാം ബിസിനസ് അതുപോലെ അല്ലല്ലോ. അതുപോലെ തന്നെ പ്രീമിയം എന്നുള്ള രീതിയിലാണ് ക്യാഷ് മൈസെൽഫ് എല്ലാം ഞാൻ തന്നെ എന്നുള്ള രീതിയിലുള്ള ഒരു ബ്രാൻഡിങ് ആണ് പുള്ളിയുടെ പ്രോഡക്ട്സിനായാലും അതുപോലെ തന്നെ പുള്ളിയുടെ ഈ പറഞ്ഞ പോലെ ബിസിനസ്സുകളും പുള്ളിയെ തന്നെ പുള്ളി ബ്രാൻഡ് ചെയ്യുന്നത്. ഞാനാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിൽ. ഓഫ് കോഴ്സ് അത് എല്ലാവരുടെയും സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണൽ ചോയ്സസ് ആണ് അവരെങ്ങനെ അവരുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ അവരെ തന്നെ ബ്രാൻഡ് ചെയ്യണം എന്നുള്ളത്. ബട്ട് അത് വർക്കബിൾ ആണോ എന്ന് പറഞ്ഞാൽ അതെ, അറ്റ് സെർട്ടൻ പോയിന്റ് അറ്റ് എ സെർട്ടൻ ലെവൽ ഇറ്റ് വർക്ക്സ്. പക്ഷേ പുള്ളി ആ ക്ലാസ്സസ് എല്ലാം കൊടുത്തതിൽ പുള്ളി ആ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ശ്രദ്ധിച്ചു കാണുമല്ലോ. നമ്മള് ബിസിനസ് ആവുമ്പോൾ അപ്രന്റ് ആയിട്ട് എമൗണ്ട് മേടിക്കണം. ഓഫ് കോഴ്സ് അത് മേടിക്കാൻ പറ്റുമോ? പറ്റും. അറ്റ് എ സെർട്ടൻ പ്രീമിയം ലെവൽ നമ്മൾ വൺസ് ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആയി കഴിയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയിലെ തോട്ട് ലീഡർ ആയി കഴിയുമ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിലെ പൊതുവെ ഉള്ള രീതി എന്ന് പറഞ്ഞാൽ അപ്രന്റ് ആയിട്ട് മേടിക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മേടിക്കാം അല്ലെ? അല്ലെങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ല. കാരണം അത് പോസിബിൾ അല്ല. വേറെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇൻഡസ്ട്രിയിലും മാർക്കറ്റിലും ഉണ്ട്. സോ വൈ ഷുഡ് ഐ ചൂസ് യു എന്നുള്ളൊരു ചോദ്യം വരും അല്ലെ? കാരണം ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് ബിസിനസ് കോച്ചസ് എന്ന് പറയുമ്പോൾ അനിൽ ബാലേന്ദ്രൻ പ്ലേസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് എന്നെ വേണോ, ഞാനാണ് അല്ല, നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഞാൻ വരത്തില്ല. അത് പുള്ളി ഡിമാൻഡ് ചെയ്യുന്ന. അതുപോലെ ഓരോ വേണമെങ്കിൽ ഓരോ പ്രൊഫഷണൽസിനും ഡിമാൻഡ് ചെയ്യാം. ചില ആൾക്കാർ ഡിമാൻഡ് ചെയ്യാറുണ്ട്, ചില ആൾക്കാർ ഡിമാൻഡ് ചെയ്യാറില്ല. പക്ഷെ അത് എല്ലായിടത്തും വർക്ക് ആവണമെന്നില്ല. ചില ബിസിനസ്സുകൾ ഓരോ ബിസിനസ്സുകളും ഓരോ സ്റ്റേജിലുള്ളപ്പം ഉറപ്പായിട്ടും അവർക്ക് ഈ ഒരു പറഞ്ഞ രീതിയിൽ തന്നെ ആദ്യം തന്നെ പോയിട്ട് ഒരിക്കലും ഇപ്പൊ ലെറ്റ്സ് ഒരു ഏജൻസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ഫർണിച്ചർ സ്റ്റോർ ആണെന്ന് വിചാരിക്കുക. അവരോട് പറയുവാണ്, ഒരു വലിയൊരു ബ്രാൻഡ് വന്ന് അവരോട് പറയുവാണ്, ഞങ്ങൾക്ക് ഇത്രയും ഓർഡർ ഉണ്ട്, നിങ്ങൾ ഇപ്പൊ തന്നെ ബിൽഡ് ചെയ്ത് കൊടുക്കണം, എനിക്ക് അഡ്വാൻസ് ഫുള്ള് ഞങ്ങൾ തരത്തില്ല, ഇച്ചിരി തരാം. ഉറപ്പായിട്ടും അവർ അങ്ങനെ ചെയ്യുള്ളൂ അല്ലെ? എങ്ങനെയാണ് അവർ ആദ്യം തന്നെ ആ വർക്ക് അത്ര വലിയ വർക്ക് ആയത് കാരണം ഒരു 1 CR വർക്ക് ഒരു ഫർണിച്ചറിന്റെ ഒരു കമ്പനിക്ക് കിട്ടുന്നത് കസ്റ്റമായിട്ട് ഫർണിച്ചർ ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആണെങ്കിൽ അവരോട് പറയുവാണ്, ഞാൻ 10 ലക്ഷം അഡ്വാൻസ് തന്നേക്കാം, ബാക്കി നിങ്ങൾ ഇത്ര പീസസ് കഴിയുമ്പോൾ ബാക്കി ക്യാഷ് തരാം എന്ന് പറയുമ്പോൾ ആ ബ്രാൻഡിന്റെ അടുത്ത് ഒരിക്കലും നമുക്ക് പോയിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ, എനിക്കെല്ലാം അപ്രന്റ് ആയിട്ട് തന്നാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഇല്ലല്ലോ. ഓഫ് കോഴ്സ് അത് പറ്റത്തില്ല. ഈവൻ നമുക്ക് നമ്മുടെ ഐഡിയൽ ഡെക്കർ ആയാലും ഈ ഇടയ്ക്ക് ഞാൻ ഐഡിയൽ ഡെക്കറിൽ നിന്ന് ഇച്ചിരി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തായിരുന്നു, ഇച്ചിരി ഫർണിച്ചേഴ്സ്. ഞാൻ അഡ്വാൻസ് കൊടുത്തു, ആ പ്രോഡക്റ്റ് ഇവിടെ ഡെലിവർ ആയി, ഞാൻ അതിന്റെ എല്ലാം ചെക്ക് ചെയ്തു, ബാക്കി പേയ്മെന്റ് കൊടുത്തു അല്ലെ? അപ്പം അവരുടെ കയ്യിലും നമ്മൾ രണ്ടുപേരും മ്യൂച്വലി നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആസ് എ കസ്റ്റമർ ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് അവർക്ക് ഓർഡർ വേണം, കാരണം അവർക്ക് അതെല്ലാം ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ അതെല്ലാം അവർക്ക് പ്ലേസ് ചെയ്യണം, അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യണം അല്ലെ? അതുപോലെ തന്നെ സർവീസസിലായാലും നമ്മൾ ഇപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആണെങ്കിൽ ആദ്യം അവരൊരു കൊട്ടേഷൻ കൊടുക്കും, സ്ട്രാറ്റജീസ് പറയും, എല്ലാം ഓക്കെ ആണ്, ഒരു അഡ്വാൻസ് കൊടുക്കും, ബാക്കി പേയ്മെന്റ് പിന്നെ തരും. ആ രീതിയിലാണ്. ബട്ട്
ആദ്യം തന്നെ മേടിക്കുന്ന ഏജൻസീസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഓഫ് കോഴ്സ്. കാരണം അവർക്ക് അത്രയ്ക്ക് കസ്റ്റമേഴ്സ്, അത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളപ്പോഴാണ്. അപ്പൊ ആദ്യം തന്നെ ഡിമാൻഡിനെ പറ്റി സംസാരിച്ചിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് വാലിഡ് ആയിരുന്നു, അല്ലെ? അപ്പൊ നമുക്കൊന്ന് അറിഞ്ഞാലോ, എന്താണ് അനിൽ ബാലചന്ദ്രന്റെ ഓഡിയൻസ്? അനിൽ ബാലചന്ദ്രൻ ഉപയോഗിക്കുന്ന ഓഡിയൻസ് ആരാണ്? ആസ്പയറിംഗ് എന്റർപ്രണേഴ്സ്, ആസ്പയറിംഗ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് ആണ്. പൊതുവെ പുള്ളിയുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എല്ലാം ഒരു 10 lakh to 5 CR ആവറേജ് റവന്യൂ ഇപ്പൊ ബിസിനസ് ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. കാരണം പുള്ളിയുടെ പ്രോഡക്ട്സ് എല്ലാം 50K to 2 lakh എന്നുള്ള രീതിയിലോട്ട് പോകുന്നതാണ്. അപ്പൊ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഡിയൻസ് 10 lakh to 5 CR വരെ ആവറേജ് ഉള്ള ബിസിനസ് ഓണേഴ്സ് ആണ്. അവരുടെ ആഗ്രഹം എന്താണ്? അവരുടെ ആഗ്രഹം ഓഫ് കോഴ്സ് 10x അല്ലെങ്കിൽ 100x ആക്കുക, അല്ലെ? അങ്ങനത്തെ ഒരു ഓഡിയൻസിലോട്ട് കാറ്റർ ചെയ്യുന്ന ഒരു നീഡ് എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നതാണ് പ്രീമിയം ആവുക. എങ്ങനെ നമുക്ക് പ്രീമിയം ആവാം? മനസ്സിലായല്ലേ? കാരണം ഇപ്പൊ ഓൾറെഡി അവർ ആവറേജ് കളിക്കുന്നുണ്ട്. അവരോടാണ് പറയുന്നത് നമുക്ക് ഇനി എങ്ങനെ പ്രീമിയം ആവാം. ഓഫ് കോഴ്സ് അങ്ങനെ ആവുമ്പോൾ കുഴപ്പമില്ല. ആ ഒരു മെസ്സേജിങ്ങിലുള്ള ഒരു കുഴപ്പം മാത്രമേ എനിക്ക് പേഴ്സണലി ഫീൽ ആയതുള്ളൂ. ഉറപ്പായിട്ടും ആ മെസ്സേജിങ് ആണ് എല്ലാം. ബ്രാൻഡ് മെസ്സേജിങ് എവിടെ പോയിട്ട് എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ സംസാരിക്കണം, അത് എങ്ങനെയൊക്കെ രീതിയിൽ ബാധിക്കും നമ്മളെ. സോ ഇവരോടാണ് പറയുന്നത്, കണ്ടില്ലേ? ഇവരോടാണ് പറയുന്നത് നമുക്ക് പ്രീമിയം ആയ, നമുക്ക് ഈ പറഞ്ഞ പോലെ 5 CR ആണ് നിങ്ങൾ ആനുവൽ റവന്യൂ ഉണ്ടാക്കുന്നെങ്കിൽ അത് ഇത്ര ആവും. അങ്ങനത്തെ ഒരു ഓഡിയൻസ് ആണ്. അല്ലാതെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരോടല്ല പ്രീമിയം ചെയ്യാൻ പറഞ്ഞത്. കാരണം ഞാൻ കേസ് സ്റ്റഡി തന്നില്ലേ? ഇപ്പൊ ഐഡിയൽ ഡെക്കർ അങ്ങനെ ചെയ്യുന്നുണ്ട്, അത് അവരുടെ കൾച്ചറാണ്. ചില ബ്രാൻഡുകൾ എന്ത് ചെയ്യും, ക്യാഷ് ഫ്ലോ അവർക്ക് വേണം എന്നുള്ള രീതിയിൽ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യും. സോ ഇതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു വരുമ്പം നെഗറ്റീവ് പബ്ലിസിറ്റിയെ പറ്റി. ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റേജിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എന്താണ്, മിക്ക ഏകദേശം 10 തൊട്ട് 20ഓളം ബ്രാൻഡ്, 10 ബ്രാൻഡ് പ്ലസ് ഏതാണ് മീഡിയ ബ്രാൻഡ്സ് ആണ്, മീഡിയ ചാനൽസ് എല്ലാം പുള്ളിയെ പറ്റി വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. നെഗറ്റീവ് ആയത് കാരണം തന്നെ ആ ഷോർട്സും എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇത് പുള്ളിനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എഫക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അത് പോസിറ്റീവ് ആവാം ലേറ്റർ ഓൺ. പ്രോബ്ലി ഒരു 3 to 6 months കഴിയുമ്പം, അല്ലെങ്കിൽ 6 to 1 year കഴിയുമ്പം പുള്ളി ഇതിനേക്കാളും പവർഫുൾ ആയിട്ട് റൈസ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ മൊത്തത്തോടെ കൂട്ടിപ്പോകും. സോ നെഗറ്റീവ് പബ്ലിസിറ്റി നമ്മൾ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് കണ്ടിട്ടില്ലേ നെഗറ്റീവ് പബ്ലിസിറ്റി ഉപയോഗിക്കുന്നത്? മല്ലു ട്രാവലർ ആയാലും, അതുപോലെ തന്നെ നമ്മുടെ ഈ ബുജറ്റ് ആയാലും, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെയും കൺസിഡർ ചെയ്യാം. കാരണം അത്രയ്ക്ക് വൈറലായി ഒരു ബിസിനസ് കോച്ച് എന്നുള്ള രീതിയിൽ. അതും അതിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും പറയുന്നത് എന്താണ്, 4 lakhs വരെ മേടിക്കുന്ന ഒരു ബിസിനസ് കോച്ച് പുള്ളിയാണ് പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സെറ്റ് ഓഫ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കെല്ലാം ദേ മൈറ്റ് ബി അഗെയിൻസ്റ്റ് ഹിം, ബട്ട് സ്റ്റിൽ ഈ പുള്ളി പറഞ്ഞ വാല്യൂ പ്രപ്പോസിഷൻ ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ. അപ്പം ഇറ്റ് മൈറ്റ് വർക്ക് ഔട്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയാവുന്നു. അപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റി എപ്പോഴും ബ്രാൻഡുകൾക്ക് നല്ലതാവണമെന്നില്ല, പേഴ്സണൽസിന് നല്ലതാവണമെന്നില്ല. പക്ഷേ അത് എങ്ങനെ അവര് പോസിറ്റീവ് ആക്കും ലേറ്റർ ഓൺ സ്റ്റേജസ്, ഇപ്പൊ ഇതുവരെയായിട്ട് ഒന്നും പുള്ളി അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. പ്രോബ്ലി എനിക്ക് തോന്നുന്നു പുള്ളി സംസാരിക്കത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ലേറ്റർ ഓൺ എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂസിലോ ഒക്കെ ചിലപ്പം പുള്ളി അതിനെപ്പറ്റി പറയുമായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. കാരണം രണ്ടുപേരെയും സൈഡ്സ് ഉണ്ടല്ലോ. സോ അഗ്രസീവ് എന്നുള്ളത് പുള്ളിയുടെ ഒരു സ്റ്റാൻഡേർഡ് ആണ്, ആ രീതിയിലാണ് പുള്ളി മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ചില കാര്യങ്ങൾ വാല്യൂബിൾ ആണ്, ചില കാര്യങ്ങൾ നോട്ട് വാല്യൂബിൾ ആണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓഡിയൻസ്, അല്ലെ? നമ്മളുടെ ഏത് തരത്തിലുള്ള ഓഡിയൻസിന്റെ അടുത്താണ് എന്തൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ കോഴ്സിൽ എൻറോൾ ചെയ്ത ഒരു ആൾക്കാരുടെ അടുത്താണ് പുള്ളിക്ക് ഇതുപോലെ ഷൗട്ട് ചെയ്യാം, എന്താണ് ഈ പറഞ്ഞ പോലെ ബിസിനസ് നമ്മളാണ് എല്ലാം എന്നുള്ള രീതിയിൽ പറയാം. പക്ഷെ ഒരു ഫ്രാജൈൽ ആയിട്ടുള്ള ഒരു ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ഓണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ അനിൽ ബാലചന്ദ്രനെ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ പറയുമ്പം ആൾക്കാർ തെറ്റിദ്ധരിക്കും. കാരണം ദേ ഡോണ്ട് നോ, അവർക്ക് അറിഞ്ഞുകൂടല്ലോ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട് ഈ അനിൽ ചന്ദ്രന്റെ ഈ ഒരു ഇഷ്യൂവിൽ നിന്ന്. ഒന്ന്, നമ്മളെ ബ്രാൻഡ് മെസ്സേജിങ്.
റൈറ്റ് ആയിട്ടുള്ള മെസ്സേജിങ് ആവണം എപ്പോഴും കൊടുക്കാൻ. നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ഈവൻ ഒരു കസ്റ്റമറെ ഉള്ളെങ്കിൽ പോലും ആ കസ്റ്റമറിനെ നമ്മൾ മര്യാദയ്ക്ക് റൈറ്റ് ആയിട്ട് പ്രോംപ്റ്റ് ആയിട്ട് എല്ലാം കൊടുത്തിരിക്കുക. ഈവൻ 1 രൂപയുടെ കസ്റ്റമർ ആയാലും 1,00,000 രൂപയുടെ കസ്റ്റമർ ആയാലും രണ്ടുപേർക്കും ഒരേ വാല്യൂ കൊടുക്കുക. അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഉറപ്പായിട്ടും ഹയർ സ്പെൻഡിങ് കസ്റ്റമേഴ്സ് നമ്മൾ അഡീഷണൽ ആയിട്ട് സർവീസ് കൊടുക്കും. ബട്ട് സ്റ്റിൽ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത് അല്ലേ? കാരണം നമ്മൾ ഏതൊരു സ്റ്റോറിൽ പോയാലും അതൊരു എക്സ്പീരിയൻസ് ആണ്. ഏതൊരു ബിസിനസ്സിനോട് നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമ്മളുടെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്താണ്, ഞാനിപ്പം ഏതൊരു ബിസിനസിന്റെ ആഗ്രഹം എന്താണ്, എന്റെ അടുത്ത് ഒരാൾ വന്നു, അയാൾ എന്നെ പറ്റി 100 പേരോട് പറയുക അല്ലെ? ഏറ്റവും വലിയ ബിസിനസ്സിലുള്ള ഏറ്റവും വലിയ ടാക്ടിക്സും ഏറ്റവും വലിയ സ്ട്രാറ്റജിയും ഏറ്റവും കൂടുതൽ വർക്കബിൾ ആയിട്ടുള്ള ROI കിട്ടുന്ന ഒരു സാധനമാണ് മൗത്ത് ഓഫ് വേർഡ് അല്ലെ? എന്നെപ്പറ്റി ഇപ്പം അനിൽ ബാലചന്ദ്രൻ ഇപ്പൊ അങ്ങനെ ആക്കുമ്പോൾ ആരെങ്കിലും പുള്ളിയുടെ കോഴ്സുകൾ എടുക്കാത്ത ആൾക്കാർ ഇവരൊക്കെ നെഗറ്റീവ് ആയിട്ട് ഇടും. പക്ഷെ സ്റ്റിൽ ഹി മൈറ്റ് ഏബിൾ ടു വിൻ ഇറ്റ്. എങ്ങനെയാണ്? പുള്ളിയുടെ ഉള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പുള്ളിയുടെ എടുത്ത ആൾക്കാരെല്ലാം പുള്ളിയെ പറ്റി നല്ലപോലെ പറയുന്നുണ്ടെങ്കിൽ ഹി കുഡ് ഡു ഇറ്റ്. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം അത് പക്ഷെ പുള്ളി പഠിപ്പിച്ചതിൽ ആ രീതിയിൽ പറഞ്ഞതിൽ ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ട്. അതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്കും പറയാനുള്ളത്. നമുക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ടോ ആ കസ്റ്റമേഴ്സ് നമ്മൾ ഈവൻ അപ്രണ്ട് ചാർജ് ചെയ്താൽ പോലും വി ഷുഡ് റെസ്പെക്ട് ദം. ഈവൻ ഒരു ഓൺ ബോർഡിങ് സ്റ്റേജിലുള്ളവരെ റെസ്പെക്ട് ചെയ്യണം. ഒരിക്കലും നമ്മൾ ഇഗ്നോറൻസ്, ഈഗോ, നമ്മളാണ് എല്ലാം, നമ്മളില്ലെങ്കിൽ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും അല്ല. ദേ ക്യാൻ ഡു എവറിത്തിങ് വിത്തൗട്ട് അസ്. ബട്ട് നമ്മൾ ഉണ്ടെങ്കിൽ അവരുടെ പാത്ത് ഇച്ചിരി കൂടി ഈസിയർ ആവും അല്ലെ? ഒരു നമ്മളുടെ പ്രോഡക്റ്റ് തന്നെ എടുക്കണമെന്നില്ല, പക്ഷെ നമ്മളെ പ്രോഡക്റ്റ് ആണെങ്കിൽ ദേ മൈറ്റ് ബി ലാസ്റ്റിംഗ് എ ലോട്ട് മോർ അല്ലെ? നമ്മളെ സർവീസസ് ആണെങ്കിൽ വി മൈറ്റ് ബി മച്ച് മോർ ട്രസ്റ്റ് വർത്തി, വി മൈറ്റ് ഡു അവർ ഫുൾ എഫേർട്ട്. അതൊക്കെയാണ് നമ്മൾ അവിടെ നമ്മളുടെ സർവീസസ്, നമ്മളെ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ കസ്റ്റമറിലോട്ട് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന് നെഗറ്റീവ് പബ്ലിസിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രാൻഡ് മെസ്സേജിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് ഈ ഒരു ഇവന്റിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക.